രാധേകർണൻ അധ്യായം 14. ലോകത്തിലെ അന്ധകാരമെല്ലാം ഉന്മൂലനം ചെയ്യുന്ന തേജസ്. ഞാൻ വേഗം കരക്ക് കയറി വസ്ത്രം മാറ്റി ധൃതിയിൽ കൊട്ടാരത്തിലേക്ക് നടന്നു. ദിവസം മുഴുവൻ ഞാൻ അസ്ത്രവിദ്യയിൽ മുഴുകും. ചിലപ്പോൾ ഗദ ചുഴറ്റുകയോ വാൾപ്പയറ്റ് നടത്തുകയോ ശൂലമെറിയുകയോ ചെയ്യും. ഏത് ആയുധമായാലും അത് നന്നായി പ്രയോഗിച്ചാലേ തൃപ്തിയാവൂ. പ്രത്യേകിച്ച് അസ്ത്രവിദ്യയിൽ ഞാൻ മണിക്കൂറുകൾ ധ്യാനത്തിലാകും. പ്രയാസമുള്ളത് പഠിക്കുന്നതിലായിരുന്നു എനിക്ക് താല്പര്യം. ഞാൻ ഇല്ലാതിരുന്ന സമയത്ത് ഗുരു ദ്രോണർ തന്റെ ശിഷ്യരെല്ലാം പരീക്ഷിച്ചിരുന്നു എന്ന്. രാധമ്മയെയും വൃഷാലിയെയും കാണാൻ ഞാൻ ഗൃഹത്തിലേക്ക് പോയിരുന്നു. കുറച്ചു ദിവസം അവിടെ ഞാൻ തങ്ങിയിരുന്നു. ആ സമയത്താണ് ഈ പരീക്ഷ നടന്നത്. ഗുരുപുത്രൻ എന്നോട് വിവരിച്ചു പറഞ്ഞു. അദ്ദേഹവും ദുര്യോധനും എന്റെ മിത്രമായി കഴിഞ്ഞിരുന്നു. വൃക്ഷത്തിന്റെ ഉച്ചിയിലെ ശിഖരത്തിൽ ഒരു ചത്ത പക്ഷിയെ തൂക്കിയിട്ടു. ഉന്നം തെറ്റാതെ പക്ഷിയുടെ ഇടത്തെ കണ്ണിന് അമ്പെയ്യുന്ന ആൾ ഗുരുവിന്റെ പ്രിയ ശിഷ്യനാകും. അദ്ദേഹം ശിഷ്യരെയെല്ലാം വിളിച്ചുകൂട്ടി. ഓരോരുത്തരെയും കൽമണ്ഡപത്തിൽ കയറ്റി നിർത്തി കയ്യിൽ വില്ല് നൽകി ഉന്നം പിടിക്കാൻ പറഞ്ഞു. ഓരോരുത്തരും വന്ന് വില്ലെടുത്ത് ഞാൻ വലിക്കും. അപ്പോൾ ഗുരു ചോദിക്കും, ഇപ്പോൾ എന്താണ് കാണുന്നത്? പലരും പല വിധത്തിൽ ഉത്തരം നൽകി. മണ്ടനായ ഭീമൻ പറഞ്ഞത്, അങ്ങകലെയുള്ള പർവ്വതമാണ് ഞാൻ കാണുന്നത് എന്നാണ്. ചിലർ കാർമേഘം കാണുന്നെന്നും ചിലർ വൃക്ഷത്തിലെ ഇല കാണുന്നെന്നും ചിലർ പക്ഷിയെ കാണുന്നെന്നും പറഞ്ഞു. ഇതുകൊണ്ടൊന്നും ഗുരു തൃപ്തനായില്ല. അദ്ദേഹം ഓരോരുത്തരോടും വില്ല് വെച്ചു പോകാൻ പറഞ്ഞു. അവസാനം അർജുനൻ വന്നു. അർജുന, നീ എന്തെല്ലാം കാണുന്നു? ഗുരു ചോദിച്ചു. ഞാൻ ആ പക്ഷിയുടെ കണ്ണു മാത്രമേ കാണുന്നുള്ളൂ, അർജുനൻ പറഞ്ഞു. ഗുരുദേവൻ സന്തുഷ്ടനായി. അദ്ദേഹം അർജുനന്റെ പുറത്ത് തട്ടിക്കൊണ്ടു പറഞ്ഞു, വളരെ നല്ലത്, ആ കണ്ണിൽ അമ്പെയ്യൂ. അർജുനൻ തൽക്ഷണം അസ്ത്രം വിട്ട് പക്ഷിയുടെ കണ്ണ് തുളച്ചു. അശ്വത്ഥമാവ് നടന്നതെല്ലാം എന്നോട് വിവരിച്ചു പറഞ്ഞു. അവസാനം എന്നോട് ഒരു ചോദ്യം തൊടുത്തു. കർണ, ആ സമയത്ത് നീ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനോട് എന്ത് മറുപടി പറയുമായിരുന്നു? ആ ശിലാമണ്ഡപം മനസ്സിലോർത്ത് മുട്ടുകുത്തിയിരുന്നു. കൺമുമ്പിൽ ആ പക്ഷിയുടെ കണ്ണുറപ്പിച്ച് അശ്വത്ഥമാവനോട് പറഞ്ഞു, എനിക്കൊന്നും കാണുന്നില്ല എന്ന്. കാരണം ലക്ഷ്യം കൺമുന്നിലുണ്ടാവുമ്പോൾ കർണൻ പിന്നെ കർണനാവില്ല. അവന്റെ ശരീരം തന്നെ ശരമായി മാറുന്നു. എന്റെ മറുപടി കേട്ട് സന്തുഷ്ടനായ അശ്വത്ഥമാവ് എന്നെ ആലിംഗനം ചെയ്തു. അർജുനൻ ചെയ്തതിനേക്കാളും ശ്രേഷ്ഠമായി എനിക്ക് ചെയ്യണമെന്ന മോഹമുദിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ചത്ത പക്ഷിയെ കണ്ടെത്തി മരത്തിൽ കെട്ടിയിട്ട് അതിന്റെ കണ്ണുകളിൽ അമ്പെയ്യാൻ ശ്രമിച്ചു. രാജാവായ അർജുനൻ ഒരു കണ്ണാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ ഞാൻ ആ 2 കണ്ണുകളെയും ലക്ഷ്യം വെച്ചു. ആദ്യ ശരമേൽക്കുമ്പോൾ പക്ഷി തിരിയും. അപ്പോഴേക്കും രണ്ടാമത്തെ ശരം മറ്റേ കണ്ണും തുളച്ചിരിക്കണം. ആ 2 ശരങ്ങളും ഒരേ സമയത്ത് വിടണം. ഞാൻ കാറ്റ് ഏത് ദിശയിലെന്ന് മനസ്സിലാക്കി. ആവനാഴിയിൽ നിന്നും 2 സൂചിബാണങ്ങൾ എടുത്തു. വില്ല് നിയന്ത്രിച്ചു. അപ്പോൾ ഞാനില്ലായിരുന്നു. എന്റെ ശരീരം, മനസ്സ്, ദൃഷ്ടി, ശ്വാസം, ശരത്തിന്റെ മുനകൾ, പക്ഷിയുടെ കണ്ണുകൾ എല്ലാം ഒന്നായി തീർന്നു. വലിച്ചു വെച്ച ഞാണിന്മേൽ 2 വിരലുകളും ഉറപ്പിച്ചു. 2 വിരലുകളിൽ 2 ബലമായിരുന്നു. ഒരു ബാണം ആദ്യം പോകണം, ഒന്ന് തൊട്ടുപിറകെയും. നിമിഷ നേരത്തിനു ശേഷം 2 ശരങ്ങളും ഒന്നിനു പിറകെ ഒന്നായി വില്ലിൽ നിന്നും വിട്ടു. ആദ്യത്തെ ശരം കണ്ണിൽ തറച്ച പക്ഷി ഒന്ന് തിരിഞ്ഞു. അപ്പോഴേക്കും രണ്ടാമത്തെ ശരം രണ്ടാമത്തെ കണ്ണിൽ തറച്ചു. പക്ഷിയെ കയ്യിലെടുത്തു നോക്കി. അതിന്റെ 2 കണ്ണുകളുടെയും കൃഷ്ണമണികളിൽ അമ്പ് തുളച്ചു കയറിയിരുന്നു. പ്രയത്നം സഫലമായ സന്തോഷത്താൽ എന്റെ കണ്ണുകൾ തിളങ്ങി. ഞാൻ രാത്രികാലങ്ങളിൽ വിഷമമേറിയ പല അസ്ത്രവിദ്യകളും പരീക്ഷിച്ചു തുടങ്ങി. നിശബ്ദമായ രാത്രികളിൽ നല്ല ഏകാഗ്രത കിട്ടും. ആരും തടസ്സപ്പെടുത്തുകയുമില്ല. ഏറെ വർഷങ്ങൾ ഇങ്ങനെ പരിശീലനം നടത്തി. ഗുസ്തി പഠിച്ചത് കാരണം ശരീരം സുദൃഢമായി തീർന്നു. 6 വർഷങ്ങൾ കടന്നുപോയി. ഈ 6 വർഷം ഞാൻ അയോധനശാലയിൽ ഒരു ശിഷ്യൻ മാത്രമായിരുന്നു. പക്ഷേ ആരും എന്നോട് ഒരു ശിഷ്യനെ പോലെ പെരുമാറിയില്ല. അസ്ത്രവിദ്യയുടെ ഏതെങ്കിലും അടവ് മനസ്സിലാവാതെ വന്നാൽ ഞാൻ കണ്ണടച്ച് എന്റെ ഗുരുദേവനായ സൂര്യദേവനെ ഓർക്കും. നിമിഷം കൊണ്ട് പ്രശ്നപരിഹാരമാവും. സ്നേഹം ശക്തിമത്താണ്. ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹം കിട്ടാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. ശിഷ്യാവസ്ഥയിൽ ഗുരുവിനോടായിരുന്നു എന്റെ സ്നേഹം. കഴിഞ്ഞ 6 വർഷങ്ങളിൽ എനിക്കെന്താണ് കിട്ടിയത്? ഘോരമായ അവഗണന.
തീവ്രമായ തിരസ്കാരം. കർണൻ എന്ന ഒരു ശിഷ്യൻ ഈ ശാലയിലുണ്ടെന്ന് ആർക്കും അറിയുക പോലുമില്ല. രാധയെ കർണൻ അടുത്ത അധ്യായത്തിൽ തുടരും.